ഹൗസിലെ കുടിയേറ്റക്കാർക്ക് തിരിച്ചടി നൽകുന്ന പുതിയൊരു സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. ഹെയ്തി, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് അമേരിക്ക നൽകിയിരുന്ന നിയമപരമായ സുരക്ഷയും താൽക്കാലിക താമസ അനുമതിയും റദ്ദാക്കാൻ സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുവാദം നൽകിയിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിൽ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ജനങ്ങളെ നാടുകടത്തൽ ഭീഷണിയാക്കുന്നതാണ് ഈ 6-3 ഭൂരിപക്ഷ വിധി. എന്താണ് വിധിയുടെ പശ്ചാത്തലം? ഇത് ആരെയൊക്കെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി? ട്രംപ് ഭരണകൂടത്തിന് ഇത് എങ്ങനെയാണ് വിജയമാകുന്നത് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. തങ്ങളുടെ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും കാരണം ജീവരക്ഷാർത്ഥം അമേരിക്കയിലെത്തിയ ഹെയ്തി, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമപരമായ പരിരക്ഷ അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. സുപ്രീം കോടതിയിലെ 6 കൺസർവേറ്റീവ് ജഡ്ജിമാർ ട്രംപ് ഭരണകൂടത്തെ അനുകൂലിച്ചപ്പോൾ 3 ലിബറൽ ജഡ്ജിമാർ ഇതിനെ ശക്തമായി എതിർത്തു. താഴ്ന്ന കോടതികൾ ട്രംപ് സർക്കാരിന്റെ ഈ നീക്കത്തെ നേരത്തെ തടഞ്ഞിരുന്നു. എന്നാൽ ആ ഉത്തരവുകളെല്ലാം സുപ്രീം കോടതി റദ്ദാക്കി. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിൽ അധികാരത്തിലെത്തിയതു മുതൽ കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് ലഭിച്ച വലിയൊരു നിയമപരമായ വിജയമാണിത്. ഇതേ ദിവസം തന്നെ അഭയം തേടി വന്നവരെ അതിർത്തിയിൽ നിയന്ത്രിക്കുന്ന മറ്റൊരു നയത്തിനും കോടതി ട്രംപിന് അനുകൂലമായി അനുമതി നൽകിയിട്ടുണ്ട്. എന്താണ് ഈ താൽക്കാലിക സംരക്ഷണ പദവി അഥവാ TPS എന്ന് നോക്കാം. ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ് അഥവാ TPS എന്നത് 1990-ൽ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ഒരു നിയമമാണ്. ഒരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം, ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ താൽക്കാലികമായി അമേരിക്കയിൽ താമസിപ്പിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണ് ഈ പദ്ധതി. ഇത് 18 മാസത്തെ കാലയളവിലേക്കാണ് സാധാരണയായി നൽകുന്നത്. എങ്കിലും സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ ഇത് നീട്ടി നൽകാറുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ പൗരത്വം നേടാനുള്ള ഒരു മാർഗമല്ല, ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. നിലവിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 1.3 ദശലക്ഷം ആളുകൾ ഈ പദ്ധതിക്ക് കീഴിൽ അമേരിക്കയിൽ കഴിയുന്നുണ്ട്. ഈ വിധി എത്ര പേരെ ബാധിക്കും? എപ്പോഴാണ് ഈ രാജ്യങ്ങൾക്ക് പരിരക്ഷ ലഭിച്ചത് എന്ന് നോക്കാം. ഈ പുതിയ വിധി നേരിട്ട് ബാധിക്കുന്നത് ഏകദേശം 3,50,000 ഹെയ്തി പൗരന്മാരെയും 6,000-ഓളം സിറിയൻ പൗരന്മാരെയുമാണ്. ഇവരെ കൂടാതെ വെനസ്വേലയിൽ നിന്നുള്ള ആളുകളുടെ TPS പരിരക്ഷ അവസാനിപ്പിക്കാനും കോടതി മുൻപ് അനുമതി നൽകിയിരുന്നു. ട്രംപ് അധികാരം ഏറ്റ ശേഷം 13 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പരിരക്ഷ അവസാനിപ്പിക്കാനാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ശ്രമിക്കുന്നത്. 2010-ൽ ഉണ്ടായ ഭയാനകമായ ഭൂകമ്പത്തെ തുടർന്നാണ് ഹെയ്തിക്കാർക്ക് അമേരിക്ക ആദ്യമായി TPS പദവി നൽകിയത്. പിന്നീട് അവിടെ കടുത്ത ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണവും അരാജകത്വവും ഉണ്ടായപ്പോൾ ഇത് പലതവണ നീട്ടി നൽകുകയായിരുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സിറിയക്കാർക്ക് ഈ സുരക്ഷ ലഭിച്ചത്. സുപ്രീം കോടതിയുടെ വിധിയും ജസ്റ്റിസ് സാമുവൽ അലീറ്റോയുടെ നിരീക്ഷണവും എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് സാമുവൽ അലീറ്റോ എഴുതിയ ഭൂരിപക്ഷ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത് TPS പരിരക്ഷ പിൻവലിക്കാനുള്ള പൂർണ്ണമായ അധികാരം ഇമിഗ്രേഷൻ അതോറിറ്റികൾക്ക് മാത്രമാണെന്നാണ്. ഇങ്ങനെയുള്ള ഭരണപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ കോടതികൾക്ക് നിയമപരമായി അവകാശമില്ലെന്ന് കോടതി വിലയിരുത്തി. മാത്രമല്ല, ട്രംപ് മുൻപ് ഹെയ്തിക്കാർക്കെതിരെ നടത്തിയ വംശീയ അധിക്ഷേപങ്ങൾ അടങ്ങിയ പരാമർശങ്ങൾ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ട്രംപിന്റെ മുൻ പ്രസ്താവനകൾ മോശമായിരിക്കാം, എന്നാൽ ഹെയ്തിക്കാരുടെ TPS റദ്ദാക്കിയത് വംശീയ അധിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെളിയിക്കാൻ ഈ പ്രസ്താവനകൾ മാത്രം പോരാ എന്നാണ് അലീറ്റോ വ്യക്തമാക്കിയത്. TPS എന്നത് താൽക്കാലികമായി നൽകുന്നതാണെന്നും അത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമുള്ള സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസ് എലീന കാഗൻ ഇതിനോട് വിയോജിപ്പ് അറിയിച്ചു. ട്രംപിന്റെ വംശീയ പരാമർശങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണെന്ന് കൂടി നോക്കാം. വിധിയോട് വിയോജിച്ചുകൊണ്ട് ലിബറൽ ജഡ്ജിയായ ജസ്റ്റിസ് എലീന കാഗൻ ശക്തമായ വിയോജനക്കുറിപ്പ് എഴുതി. ട്രംപിന്റെ പ്രസ്താവനകൾ അങ്ങേയറ്റം വംശീയ അധിക്ഷേപം നിറഞ്ഞതാണെന്നും അവ അത്രയ്ക്ക് അറപ്പുളവാക്കുന്നതായതിനാലാണ് ഭൂരിപക്ഷ വിധിന്യായത്തിൽ കോടതി അത് അച്ചടിക്കാൻ പോലും തയ്യാറാകാത്തതെന്നും അവർ കുറ്റപ്പെടുത്തി. അമേരിക്കയിലുള്ള ഹെയ്തിക്കാർക്ക് എയ്ഡ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞതും 2024-ലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒഹായോയിലെ ഹെയ്തി കുടിയേറ്റക്കാർ വളർത്തുനായകളെയും പൂച്ചകളെയും പിടിച്ചു തിന്നുന്നു എന്ന വ്യാജ പ്രചരണം നടത്തിയതും കാഗൻ ചൂണ്ടിക്കാണിച്ചു. ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ വംശീയ വിദ്വേഷമുണ്ടെന്ന് വ്യക്തമാണെന്നും ഈ ആളുകളെ അടുത്ത വിമാനത്തിൽ തന്നെ തിരികെ കയറ്റിവിടാം എന്ന കോടതിയുടെ തീരുമാനത്തോട് താൻ വിയോജിക്കുന്നു എന്നും അവർ കുറിപ്പിൽ എഴുതി. ഈ വിധിയോട്
ട്രംപ് ഭരണകൂടവും മറ്റു ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ട്രംപ് ഭരണകൂടം ഈ വിധിയെ വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ജനറൽ കൗൺസിലറായ ജെയിംസ് പെർസിവാൽ പറഞ്ഞത് ഈ പദ്ധതി പലപ്പോഴും ഒരു വ്യാജ പൊതിമാപ്പായി മാറിയിരുന്നു എന്നാണ്. ഇത് നിയമവാഴ്ചയുടെയും വിവേകത്തിന്റെയും വിജയമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഡെപ്യൂട്ടി വൈറ്റ് ഹൌസ് ചീഫ് സ്റ്റാഫ് ഓഫ് സ്റ്റീഫൻ മില്ലർ ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇത് 10 വർഷത്തെ പ്രയത്നത്തിന്റെ വിജയമാണ് എന്നാണ്. ഇതിലൂടെ ഹെയ്തി കുടിയേറ്റക്കാരെ ഒടുവിൽ അമേരിക്കയിൽ നിന്നും പുറത്താക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിധി വൻ ദുരന്തത്തിന് വഴിവെക്കുമെന്നാണ് അഭിഭാഷകരായ ജിയോഫ് പിയോപ്ലിയും ആൻഡ്രേ ടൗബറും പറയുന്നത്. ഈ വിധി കാരണം ആയിരക്കണക്കിന് നിരപരാധികൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒഹായോയിലെ ഹെയ്തിക്കാർക്ക് സഹായം നൽകുന്ന വെൽസ് ഡോർസിവൽ പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പോകുകയും മാതാപിതാക്കൾ ജോലിക്ക് പോകുകയും ചെയ്യുന്ന സാധാരണ കുടുംബങ്ങളെ സുപ്രീം കോടതി പെട്ടെന്ന് പ്രതിസന്ധിയിലാക്കി എന്നാണ്. ഹെയ്തിയെയും സിറിയയും ഇപ്പോഴും അതീവ അപകടകരമായ സാഹചര്യത്തിലാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട 4 ഹെയ്തി വനിതകളെ മാസങ്ങൾക്ക് ശേഷം തലയറുത്ത നിലയിൽ ഒരു നദിയിൽ കണ്ടെത്തിയ സംഭവം കോടതി രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. NAACP തലവൻ ഡെറിക് ജോൺസൺ ഇതിനെ വിശേഷിപ്പിച്ചത് കറുത്ത വർഗക്കാരോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ ഹെയ്തി കുടുംബങ്ങളോട് ചെയ്ത ക്രൂരമായ ചതി എന്നാണ്. സിറിയൻ സമൂഹത്തെ സഹായിക്കുന്ന ഫൊറോ അൽഫോർഖാൻ പറഞ്ഞത് ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണെന്നാണ്. ഈ വിധിയിലൂടെ ഹെയ്തിയിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വർഷങ്ങളായി അമേരിക്കയിൽ ജീവിച്ച് ജോലി ചെയ്ത് നികുതി അടയ്ക്കുന്ന കുടുംബങ്ങൾ ഇനി എപ്പോൾ വേണമെങ്കിലും നാടുകടത്തപ്പെടാം. ജനപ്രതിനിധി സഭ കഴിഞ്ഞ ഏപ്രിലിൽ പാസാക്കിയ ഹെയ്തിക്കാർക്കെതിരെയുള്ള സംരക്ഷണ നിയമം സെനറ്റ് കൂടി പാസാക്കണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നടപടികൾ അമേരിക്കയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്.